മമ്മി മീൻ വെച്ചുള്ളൊരു പാട്ട് പാടാവോ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. എന്താണിത്? ഇതെന്താണ്? ഉപ്പിലിട്ട മാങ്ങയുണ്ട്. ഉണ്ണാൻ മഹാ അടിപൊളി. കിടക്കുന്നേ ഉള്ളു മോളെ കാണാൻ. അതിന്റെ ഒരു ചെറിയ ഒരു സ്മോൾ വേർഷൻ ആണല്ലേ? ചെറിയൊരു മരുന്ന് മാത്രം. മമ്മി എന്നെയാ ഉണ്ടാക്കുന്നേ? ഇന്ന് അയലക്കറി. അയലക്കറിയോ? എന്നാ അയലയാ? അയല കാണിക്കട്ടെ. ഓ അടിപൊളിയാണല്ലോ. ക്ലീൻ ചെയ്ത് കിട്ടിയ അയല. ആ ക്ലീൻ ചെയ്ത് ഓൾറെഡി പാക്കറ്റിനകത്ത് കിട്ടിയതല്ലേ? ആ പാക്കറ്റിനകത്ത് കിട്ടി. എനിക്ക് പണി പകുതിയായല്ലോ. ഇത് എവിടോട്ടേ ഓടുന്നേ? ഇനി കഴുകണ്ട, അത് ഓൾറെഡി എത്ര പ്രാവശ്യം കഴുകിയതാ മദർ. കഴുകിയിട്ട് ഇത് മുറിക്കണം നമുക്ക്. ആ പീസാക്കട്ടെ. ഇത് കൊറേ പ്രാവശ്യം കഴുകിയതല്ലേ? എന്നാലും ഒരു ഓക്കെ. ഈ കഴുകി അതിന്റെ തൊലിയും കൂടെ അളയും. ആടി ഇതെല്ലാം കേട്ടോണ്ട് ഇനി തൊലിയും കൂടെ ഇളകിപ്പോവും. ഇനി ഇത് പീസാക്കണം. പീസാക്കണം. കൈയൊന്ന് കഴിയട്ടെ. അയ്യോ ഇനിയും കൈ കഴുകണോ? മീ കയ്യിലേം തൊലി പോവും കേട്ടോ. ഇതെന്തൊക്കെ അരപ്പാന്ന് പെട്ടെന്ന് പറയാവോ? ഇത് കുരുമുളക്. ഇതെന്തുണ്ടാക്കാനാ? മീൻകറി ഉണ്ടാക്കാനല്ലേ? എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. കോട്ടയം സ്റ്റൈൽ. കോട്ടയം സ്റ്റൈൽ അല്ല ഇത്. ഓക്കെ, മമ്മിയുടെ സ്റ്റൈൽ എന്തൊക്കെയാണ് പറ. ഇതിനകത്ത് കുരുമുളക്, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ എന്തോ ഉള്ളി? സവാളയോ ചെറുള്ളിയോ? ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ കാശ്മീരി മുളക്, മല്ലിപ്പൊടി, ശകലം കടുകും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ. കടുക് അരച്ച് ചേർത്തോ? കടുക് അരച്ച്. അതെന്തിനാ? അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു സ്റ്റൈല്. അല്ല എന്തിനാ ചേർക്കുന്നേന്ന്? അത് മീൻ പെട്ടെന്ന് പൊടിയത്തില്ലെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ. പിന്നെ ഉപ്പ്, പിന്നെ കുടംപുളി ഇതേ വെള്ളത്തിൽ ഇട്ടേക്കുന്നു. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് സെറ്റ് ആക്കണം. ഇത് അരച്ചിങ്ങെടുത്തല്ലേ ഇതെല്ലാം കൂടെ? മൂപ്പിച്ചായിരുന്നു അതിനു മുമ്പേ? മൂപ്പിച്ചു, ഒന്ന് ചൂടാക്കി പച്ചിട്ട് അരച്ചു. ഓക്കെ, എന്നിട്ട് ഇത് കട്ട് ചെയ്തങ്ങ് ഇട്ടാ മതി. കൈയിട്ട് അങ്ങോട്ട് ഞെരടുക. കയ്യിലെ വൈറ്റമിൻസും മിനറൽസും കാണുമല്ലോ. നല്ല വെട്ടി തിളയ്ക്കുന്ന കേട്ടോ. എന്നിട്ട് മീൻ മൊത്തത്തിൽ ഇടാനല്ലോ, മുറിച്ചിടാനല്ലേ? ഇതിങ്ങനെ കറക്കുവാണ്. ഞാൻ വേറെ സ്റ്റൈലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ സ്റ്റൈൽ ഉണ്ടാക്കാം നമുക്ക്. ഞാൻ എരിവ് ശകലം കുറവ്. ഇതിനകത്ത് മസാലപ്പൊടികൾ എന്തൊക്കെയാണ്? മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. മുളക് എന്ത് മുളക് പൊടിയാ? കാശ്മീരിയാ ഞാൻ ഇട്ടത്, കാരണം കുരുമുളക് ഇട്ടോണ്ട്. ഇച്ചിരി ഒന്ന് ഞാൻ ഉപ്പ് നോക്കട്ടെ. ഓം ക്രീമോ? എന്തൊക്കെ കാണണം ദൈവമേ. എന്തോ അത്? എരിവുണ്ടോ? കുരുമുളകിന്റെ ഒരു കുത്തലുണ്ട്. ഉപ്പിച്ചിരി ഇടാവുള്ള അമ്മി. നല്ല ഫ്രഷ് മീനാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ഫ്രഷ് കിട്ടാറുണ്ട്, പക്ഷെ നമ്മൾ നോക്കിയെടുക്കണം. അതിനെ ചില പാക്കറ്റ്സിനകത്ത് പ്രീവിയസ്ലി ഫ്രോസൺ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കുറെ ആയത്. ഇത് പക്ഷെ ഫ്രഷ് ആയിട്ട് അപ്പൊ തന്നെ അവർ മുറിച്ച് വെച്ചതായിരുന്നു. അടിപൊളി അടിപൊളി. ലുക്ക് സോ ഗുഡ്. നല്ല നെയ്യൊക്കെ ഉണ്ടല്ലേ? അമ്മയുടെ മുഖം കാണാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓർക്കും റെക്കോർഡിംഗ് ആണ്. നമ്മുടെ മുഖത്തെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയുള്ള കുക്കിംഗ് കാണാനാണ്. ഓക്കെ, എന്നാ ഞാൻ പോവാ. കഴിച്ചു കഴിയുമ്പോഴേ അറിയാം. ഇനി മീൻ മുറിച്ചിടുമ്പോഴത്തേക്കും വരാം. ഓക്കെ ബൈ. ബൈ. ഓക്കെ ബൈ. ആ ശരി ശരി ഓക്കെ. വന്നിട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ കുക്കിംഗ് വീഡിയോസ്. എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കുക്കിംഗ് ഒക്കെ. കുക്കിംഗ് ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്, പക്ഷെ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി. യെസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതിനല്ലേ ഞാൻ മോഡ് എടുക്കാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം പിന്നെയും കാണിക്കണമെന്ന് പ്രേക്ഷകരിലേക്ക്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കടൽ മച്ചാന്റെ അമ്മ എങ്ങനെയാ പറയണേ?
എന്ന് പറഞ്ഞേ മമ്മി അത് എപ്പോഴും പറയുമല്ലോ രസാ പറ. മക്കളുമാരെയും വാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മക്കളുമാരും വാ, എല്ലാവരും ഇതിനകത്തൊന്ന് പിടിച്ച് ഞെക്കിക്കേ. ഒരുപോലെ ആയിക്കത്തില്ലേ ഞാൻ? അതെ അതെ, മമ്മി വ്യത്യസ്തമായ സ്റ്റൈലിൽ പറയണം. യെസ്, എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ. ബൈ, സീ യു ടുമോറോ.